ഓരോ വേലിയേറ്റങ്ങളിലും ജീവിതം ദുരിതക്കയത്തിലായ ഇടക്കൊച്ചിയിലെ സാധാരണക്കാരായ മനുഷ്യരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ അധികാരികൾക്ക് നേരമില്ല. രോഗികളും വികലാംഗരുമായ നിരവധി ആളുകളാണ് ഇവിടെ ദുരിതം അനുഭവിക്കുന്നത്. വേലിയേറ്റം അതീവ രൂക്ഷമായ ഇവിടുത്തെ നാട്ടുകാരുടെ പ്രതിഷേധം മുഷ്ടികൊണ്ട് നേരിടുകയാണ് പോലീസ്. വേലിയേറുമ്പോൾ മനസ്സിൽ ആധിയേറുന്ന ഒരു ജനതയുണ്ട് ഇടക്കൊച്ചിയിൽ. സമരങ്ങളും നിവേദനങ്ങളും ഒട്ടനവധി കഴിഞ്ഞു. പരിഹാരം ഇപ്പോഴും വിദൂരത്തിൽ. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ദുരിതമാണ്. കരകയറാനുള്ള വഴി തേടുകയാണ് പ്രദേശവാസികൾ. 3-4 സ്ലൂസുകളുണ്ട്, അത് നിശേഷം തകർന്നിരിക്കുകയാണ്. അതിനുവേണ്ടി നിർമ്മാണത്തിന് വേണ്ടി ഫണ്ടുകളുണ്ട്, പക്ഷേ അത് കാര്യക്ഷമമായി ഇതുവരെ അതിനൊരു ഏകോപനമായ രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല. അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. ആ ഫണ്ടുകൾ ഉപയോഗിച്ച് ഈ നിർമ്മിതി പൂർത്തീകരിച്ചാൽ ഇവിടുത്തെ വെള്ളക്കെട്ടിനുള്ള ശാശ്വത പരിഹാരമായി. ഇത്തരത്തിൽ വേലിയേറ്റം അതിരൂക്ഷമായിട്ട് വർഷങ്ങളെയായിട്ടുള്ളൂ. തൊട്ടടുത്ത കായലിന് നടുവിലെ ഫിഷ് ഫാമും കായലിലെ ഏക്കൽ നീക്കം ചെയ്യാത്തതും പ്രധാന കാരണം. വേലിയേറ്റം കൊണ്ട് പൊറുതിമുട്ടി ഈ നാട് വിട്ടുപോയ ഒരു കുടുംബത്തിന്റെ വീടാണിത്. ഇപ്പോഴും വേലിയേറ്റം തുടരുന്നു. ഇവിടുത്തുകാരുടെ ദുരിതവും. 2 കുഞ്ഞു കൊച്ചുങ്ങളെ അവള് ഇട്ടിട്ടും ജോലിക്കും. ഞാനിത് എന്ത് ചെയ്യും? എങ്ങനെ ഞങ്ങൾ ജീവിക്കും? ഞാൻ വെള്ളം കയറിയ എന്താണ് ഒരു ജാതിയിലും ഒന്നും ചെയ്യാൻ പറ്റിയ പേരുടെ അകമ്പരം കയറണേ. കായലിന്റെ ഭിത്തി ഇടിഞ്ഞത് നന്നാക്കാത്തതും കരയിൽ നിന്ന് വേലിയേറി വരുന്ന വെള്ളത്തെ വഴിതിരിച്ചുവിടാനുള്ള സംവിധാനങ്ങളില്ലാത്തതും സ്ഥിതിഗതികൾ ഗുരുതരമാക്കുന്നു. അധികാരികളുടെ വാഗ്ദാനം നാൾക്കുനാൾ കൂടി വരുന്നുണ്ട്. ഇവിടുത്തുകാരുടെ ദുരിതത്തിന് പക്ഷേ അയവില്ല. ഒന്നൊച്ച വയ്ക്കാൻ പോലും ആകാത്ത ഇവർ ഒരു വെള്ളപ്പാച്ചിലുണ്ടായാൽ ആരെ വിളിക്കാനാണ്? എങ്ങനെ വിളിക്കാനാണ്? നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്കും കാത് കേൾക്കില്ലെന്നാണോ? അംഗവൈകല്യം ബാധിച്ചവരും രോഗാതുരരുമായ നിരവധി ആളുകളാണ് ഇവിടെ താമസിക്കുന്നത്. വേലിയേറ്റ സമയത്ത് വീടിനുള്ളിലെ വെള്ളത്തിലൂടെ ഇഴഞ്ഞു നടക്കേണ്ട ഗതികേടിലാണിവർ. കാലിന് ഷുഗർ വന്നു, ആസ്പത്രിയിൽ ചെന്നപ്പോൾ മുറിക്കണമെന്ന് പറഞ്ഞു. 25 കൊല്ലം എന്നെ കെട്ടിയാൻ മരിച്ചിട്ട്. അച്ഛനും അമ്മയൊക്കെ ചത്തുപോയി. ഞങ്ങളെല്ലാം രോഗിയായിട്ട് അതും കിടക്കുകയാണ്. മരിക്കണം. നിലവിലെ സ്ഥിതിയിൽ ഒരു മാറ്റം വരുത്താനാണ് പ്രദേശവാസികൾ സമരത്തിനിറങ്ങിയത്. എന്നാൽ സമരത്തെയും അടിച്ചമർത്തുന്ന നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അപ്രതീക്ഷിതമായി വീടിനുള്ളിലേക്ക് ഇരച്ചെത്തുന്ന മലിനജലത്തോട് ഇരു കാലുകളുമില്ലാതെയാണ് ശൈലജേച്ചി പൊരുതുന്നത്. മെട്രോയും തിരക്കുകളും മാത്രമല്ല, ഇത്തരത്തിൽ വേലിയേറ്റങ്ങളിൽ നരകയാതന അനുഭവിക്കുന്ന ഈ മനുഷ്യനും കൂടിയാണ് കൊച്ചിയുടെ മറ്റൊരു മുഖം. VS രാഹുലിനൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി.